പ്രകൃതി ദുരന്തങ്ങൾ ഒരു ജില്ലയെ മാത്രമല്ല, ഇല്ലെങ്കിൽ ചില ഇടങ്ങളെ മാത്രമല്ല, കേരളത്തെ ഒന്നാകെ വിഴുങ്ങുന്ന പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് സമീപകാലങ്ങളിൽ നിരവധി പ്രകൃതി ദുരന്തങ്ങൾ നമ്മൾ കണ്ടതാണ്. 2018 അതിൻ്റെ ഏറ്റവും ഭീകരമായ അവസ്ഥയിൽ കൂടെ നമ്മൾ കടന്നുപോയതുമാണ്. അതിനുശേഷവും എല്ലാ വർഷവും ഇത് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. അത് മലയോര മേഖലയാണെങ്കിലും തീരദേശമാണെങ്കിലും ഒക്കെ നമുക്കതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷേ എന്തുകൊണ്ട് കേരളത്തിൽ ഇത്രയധികം ദുരന്തങ്ങൾ ഉണ്ടാകുന്നു എന്നതിനപ്പുറത്തേക്ക് നമ്മൾ ഇതിൽ സംവിധാനങ്ങളിലൂടെ നമ്മൾ ഇതിൽ ഇപ്പോഴും യഥാർത്ഥ പൊസിഷനിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ്. നമുക്കത് നേരിടാനുള്ള, ഇല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു അവസ്ഥയിലേക്ക് കേരളം ഇപ്പോഴും എത്തിയിട്ടുണ്ടോ? ഈ പ്രകൃതി ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടുന്ന സമയത്ത് അതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഇല്ലെങ്കിൽ അതിൽ നമ്മൾ എന്ത് നടപടി ആദ്യം എടുക്കണം? ഈ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുക എന്നുള്ളതൊന്നും പെട്ടെന്ന് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. പക്ഷേ അത്തരത്തിലുള്ള സംവിധാനങ്ങളിലേക്ക് നമ്മൾ കടക്കേണ്ടതില്ലേ? കേരളം എല്ലാ കാലവും ഇത്രയധികം മനുഷ്യരെ മരണത്തിന് വിട്ടുകൊടുക്കേണ്ടതുണ്ടോ എന്നുള്ളത് കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. നമ്മൾ ഏറ്റവും വലിയ ദുരിതം അനുഭവിച്ചത് 2018 തന്നെയാണ്. കഴിഞ്ഞ ഇത്ര വർഷമാകുന്നു. അപ്പം നമ്മുടെ അവിടെ രക്ഷാപ്രവർത്തനം എന്നുള്ളൊരു സംവിധാനത്തിലേക്ക് ഇപ്പോഴും നമ്മൾ പ്രോപ്പറായിട്ട് എത്തിയിട്ടില്ല എന്നാണ് എനിക്ക്. അതായത് തുടക്കം മുതൽ കാലാവസ്ഥ വലിയൊരു പ്രതികൂല ഘടകമാണ് എങ്കിൽ പോലും നമ്മൾ കുറച്ചുകൂടി എക്യുപ്ഡ് ആവണം, നമ്മൾ കുറച്ചുകൂടി നമുക്കതിനുള്ള ഫോഴ്സ് വേണം എന്നൊക്കെയാണ് എനിക്ക് രാവിലെ മുതൽ ഇത് കാണുമ്പോൾ തോന്നുന്നത്. കാരണം കാലാവസ്ഥയെ മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ആളുകളെ രക്ഷിക്കാതിരിക്കാൻ അവിടെ പറ്റില്ല. നമുക്ക് കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ ഇപ്പോഴും എത്തിക്കാൻ സാധിച്ചിട്ടില്ല ആളുകളുള്ള സ്ഥലങ്ങളിലേക്ക് എന്നൊക്കെ പറയുമ്പോഴേ അത് ഭയങ്കര പേടിപ്പെടുത്തുന്ന കാര്യം കൂടിയല്ലേ. നമുക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടും നമ്മളതൊന്നും പഠിക്കുന്നില്ല എന്നുള്ളത്. കാലാവസ്ഥാ വ്യതിയാനം മൂലം ജീവിക്കാൻ വയ്യാത്തൊരു സംസ്ഥാനമായി കേരളം മാറിയെന്ന് ചിലരൊക്കെ പറയാറുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അങ്ങനെ ജീവിക്കാൻ പറ്റാത്തൊരു സ്ഥലമൊന്നും അല്ല കേരളം. കേരളം ഇപ്പോഴും താരതമ്യേന മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞ ചൂടും സമശീതോഷ്ണമായ ഒരു സ്ഥലം തന്നെയാണ്. ഇപ്പോൾ തമിഴ്നാടിനെയോ കർണാടകയൊക്കെ വെച്ച് നോക്കിയാലും കേരളം അത്ര മോശമൊന്നുമല്ല. ഇത് തന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. കേരളത്തിലെ പ്രകൃതി ദുരന്തങ്ങളിൽ നമ്മളെല്ലാവരും മഴയാണ് പഴിക്കുക. അപ്പോൾ മഴ പെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ പ്രളയമുണ്ടായ ആളുകൾ മരിക്കുന്നില്ല. ഇപ്പോൾ 2018 പ്രളയത്തിൽ പോലും മരിച്ച ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. ആളുകൾ ബുദ്ധിമുട്ടി, വീടുകളിൽ വെള്ളം കയറി, മരണസംഖ്യ വളരെ കുറവായിരുന്നു പ്രളയത്തിൽ. ആളുകൾ വെള്ളത്തിൽ മുങ്ങി മരിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ അധിക മരണസംഖ്യയില്ല. നമ്മുടെ മരണം എവിടെയാണ് ഉണ്ടാവുന്നത്? ശ്രദ്ധിച്ചു നോക്കിയാൽ മരണം ഭൂരിഭാഗവും മണ്ണിടിച്ചിലോ ഉരുൾപൊട്ടലോ വഴിയാണ് ഉണ്ടാകുന്നത്. ഈ മഴ മൂലം ഉണ്ടാകുന്ന മഴക്കെടുതികളിലെ മരണസംഖ്യ എപ്പോഴും ഉണ്ടാകുന്നു. ഒന്നുകിൽ മരം വീടിലേക്ക് വീണ് വീട് തകർന്ന്, അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് കൂടുതൽ പേരും മരിക്കുന്നത്. വെള്ളത്തിൽ മുങ്ങി മരണമൊക്കെ ഉണ്ടാകുന്നുണ്ട്, പക്ഷേ മരണസംഖ്യ കൂടുതലുണ്ടാകുന്നത് ഉരുൾപൊട്ടലിലാണ്. അപ്പോൾ ഇതൊരു അലാമിങ് സിറ്റുവേഷൻ ആണെന്ന് നമ്മൾ എന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ ചൂട് മൂലം നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്, മഴ മൂലം പ്രശ്നം ഉണ്ടാവാറുണ്ട്. അങ്ങനെ കാര്യമായ പ്രകൃതി ദുരന്തം എന്ന് പറയുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട പ്രകൃതി ദുരന്തം എന്ന് പറഞ്ഞാൽ ഉരുൾപൊട്ടൽ തന്നെയാണ്. നമ്മൾ കഴിഞ്ഞൊരു 10-20 വർഷത്തെ ഈ പ്രകൃതി ദുരന്തത്തിൻ്റെ വാർത്തകൾ എടുത്തു കഴിഞ്ഞാൽ ഉരുൾ പൊട്ടിയാണ് ആളുകൾ കൂടുതൽ മരിക്കുന്നതെങ്കിൽ അതിന് നമ്മൾ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് എടുക്കേണ്ടി വരും. അതല്ലാതെ ഈ കാലാവസ്ഥാ വ്യതിയാനം മൂലം ഭയങ്കര പ്രശ്നമാണ്, അതാണ് പ്രകൃതിയാണ് പ്രശ്നം ഉണ്ടാകുന്നത്, അങ്ങനെയല്ല. അങ്ങനെ ഒരു മഴ മൂലം ആളുകൾക്ക് വെള്ളത്തിൽ മുങ്ങി മരിക്കുന്ന അവസ്ഥയൊന്നുമില്ല, ഇപ്പോഴും ഇല്ല. ആ പ്രളയം ഉണ്ടായത് നമ്മുടെ ചില മാനേജ്മെൻറ്റിൻ്റെ പ്രശ്നം കൂടിയാണ്. ഡാമുകൾ തുറന്നിട്ടും നല്ല ശക്തിയായിട്ട് ധാരാളം മഴ പെയ്തൊക്കെയാണ് അതിന് പ്രശ്നമായത്. ഉരുൾപൊട്ടലാണ് മനുഷ്യജീവൻ കേരളത്തിൽ എടുക്കുന്നതെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ സീരിയസ് ആയിട്ടുള്ള ഒരു എഫേർട്ട് അക്കാര്യത്തിൽ എടുക്കണം. അതൊരു പ്രശ്നമാണ്, ആദ്യം നമ്മൾ അംഗീകരിക്കണം. ഇങ്ങനൊരു പ്രശ്നമുണ്ട്. കേരളത്തിൽ കൂടുതൽ ആളുകൾ പ്രകൃതി ദുരന്തത്തിൽ മരിക്കുന്നത് ഉരുൾപൊട്ടൽ മൂലമാണ്. സർക്കാർ നയങ്ങൾ രൂപീകരിക്കുന്നവർ അത് തീരുമാനിക്കണം. അതാണ് എങ്കിൽ അതിനെ തടയണം. അത് തടയണമെങ്കിൽ ഹ്രസ്വകാല പദ്ധതികളും ദീർഘകാല പദ്ധതികളും വേണ്ടിവരും. ഹ്രസ്വകാല പദ്ധതികളിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വളരെ ഡേഞ്ചറായിട്ടുള്ള സോണിൽ താമസിക്കുന്ന ആളുകൾ, ആ താമസിക്കുന്ന ആളുകളൊക്കെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മനുഷ്യന്മാരായിരിക്കും. തൊഴിലാളികളും അന്നത്തെ അധ്വാനം കൊണ്ട് ജീവിക്കുന്ന മനുഷ്യരായിരിക്കും, മരിക്കാൻ വേണ്ടി വിധിക്കപ്പെട്ട മനുഷ്യർ. എങ്കിൽ അവരെ പുനരധിവസിപ്പിക്കേണ്ടത് സർക്കാരിൻ്റെ ബാധ്യതയാണ്. അത്തരം മേഖലകളിൽ നിന്ന് ജനങ്ങളെ പുനരധിവസിപ്പിക്കണം. ഇപ്പോൾ തോട്ടം തൊഴിലാളികൾ നിഷാ പറഞ്ഞല്ലോ, 1.25 ലക്ഷം ഏക്കർ ഭൂമിയുണ്ട് ടാറ്റയുടെ കയ്യിൽ. ഈ പെട്ടിമുടി ദുരന്തം ഉണ്ടായത് ടാറ്റയുടെ ഭൂമിയിലാണ്, നമ്മൾ മനസ്സിലാക്കണം. 1.25 ലക്ഷം ഏക്കർ. ആ 1.25 ലക്ഷം ഏക്കറിൽ തേയിലക്കൃഷി മാത്രമല്ല നടക്കുന്നത്, അതിൽ ചുമ്മാ കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്, പുല്ല് വളർത്തുന്നുണ്ട്, അങ്ങനെ പലതരത്തിലും ഭൂമിയുണ്ട്. സർക്കാരിന് പോലും അതിന് ഭൂമി വിട്ടുകൊടുത്തിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ ലയങ്ങളിലെ മനുഷ്യർ മരിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് വേണ്ടി ലയം ഉണ്ടാക്കുന്ന എവിടെയാണ്? ഇത്തരം ലാൻഡ് സ്ലൈഡ് ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലത്താണ് ഇവർക്ക് ലയം ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവർക്ക് സുരക്ഷിതമായ ഒരു സ്ഥലത്ത് പാർപ്പിക്കണമെന്ന് ആ തോട്ടം ഉടമയ്ക്ക് തോന്നുന്നില്ല, സർക്കാരിനും തോന്നുന്നില്ല.
ഇപ്പോഴും ഈ പറയുന്ന മണ്ണിടിച്ചിൽ പ്രദേശങ്ങളിലുള്ള എങ്കിൽ ഇപ്പോഴും ആളുകൾ ജീവിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പുത്തുമലയിലെ ദുരന്തം ഉണ്ടായപ്പോൾ അവിടുത്തെ ഒരു തൊഴിലാളി, തോട്ടം തൊഴിലാളി ഒരാൾ പറയാണ്, ഞങ്ങൾ രാത്രിയായി കഴിഞ്ഞാൽ കുടുംബത്തിലെല്ലാവരും ഒരു മുറിയിൽ പോയി കിടക്കും. കാരണം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് മരിക്കുമല്ലോ, ആരെങ്കിലും ഒരാളായിട്ട് രക്ഷപ്പെടരുതല്ലോ ഒന്ന് ആലോചിച്ച് നോക്കുക. അവർ മരണം പ്രതീക്ഷിച്ചാണ് ജീവിക്കുന്നത്. കാരണം അവർക്കറിയാം ഞങ്ങൾ മരിക്കും, എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള പേടിയോടുകൂടിയാണ് ഓരോ രാത്രിയും കിടന്നുറങ്ങുക. അപ്പോൾ ഇത്തരം മനുഷ്യരെ മരിക്കാൻ വിടുകയാണ് ഭരണകൂടത്തിൻ്റെ നയങ്ങൾ എന്ന് ഞാൻ പറയും. കാരണം ഇത് ഭരണകൂടത്തിൻ്റെ നയം എന്ന് പറയാൻ കാരണം ഇത് ഏതെങ്കിലും സർക്കാരിന് കുറ്റം പറയുന്നതല്ല. ഇത്തരം സീരിയസ് ആയിട്ടുള്ള ജീവൻ എടുക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ നമ്മുടെ നാട്ടിൽ ആവർത്തിച്ച് വരുമ്പോൾ അത് തടയേണ്ടതാണ്, അത് ഒഴിവാക്കേണ്ടതാണ് എന്ന് തോന്നണ്ടേ? അങ്ങനെ തോന്നണമല്ലോ. അപ്പോൾ ഇപ്പോൾ ഇന്നലെ തന്നെ നോക്കുക, ഈ ഏരിയ ഉരുൾപൊട്ട മേഖലയാണെങ്കിൽ അവിടെ ഇന്നലെ രാവിലെ തൊട്ട് ശക്തമായ മഴയാണല്ലോ. വടക്കൻ കേരളത്തിൽ ഇന്നലെ രാവിലെ തൊട്ട് ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ മഴ കാണുമ്പോൾ തന്നെ അറിയാം എന്തോ ഒരു അപകടം ഉണ്ടാകും, നമുക്ക് തന്നെ ഉള്ളിൽ ഭീതിയുണ്ട്. ഒരാൾ പോലും അവിടെ ഇന്ന് രാത്രി കിടന്നുറങ്ങുന്നില്ല എന്ന് ഉറപ്പുവരുത്തണ്ടേ? അത് സർക്കാരിനെ ഭരണകൂടത്തെ കുറ്റപ്പെടുത്തുന്നതല്ല. നമ്മളൊരു സൊസൈറ്റി, ആസ് എ സൊസൈറ്റി ഇന്ന് രാത്രി അവിടെ ആരും കിടന്നുറങ്ങുന്നില്ല എന്ന് ഉറപ്പുവരുത്തണ്ടേ? അങ്ങനെ ഉറപ്പുവരുത്താൻ കഴിയേണ്ടതുണ്ട്. അങ്ങനെ നടപടികളിലേക്ക് പോകേണ്ടതുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. മുന്നറിയിപ്പ് കൊടുക്കാൻ പോലും തയ്യാറാവുന്നില്ല. മുന്നറിയിപ്പ് കൊടുത്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ജില്ലാ ഭരണകൂടം ഇന്നലെ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ ഉരുൾപൊട്ടൽ മേഖലകളിൽ സാധ്യതയുള്ള ആളുകൾ പോകണം എന്നും. ആളുകൾ എന്തുകൊണ്ടാണ് പോകാത്തത്? അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം ഈ മഴക്കാലത്ത് തന്നെ ഇത്തരം പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റി പാർപ്പിക്കുക എന്നുള്ളതൊരു ഉത്തരവാദിത്വം. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അതിൽ വലിയ റോളുണ്ട്. ഇപ്പോൾ ജില്ലാ കളക്ടർക്ക് അതിലൊരു ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അത് താഴേക്ക് എത്തുന്നുണ്ടോ, അവർ മാറിയിട്ടുണ്ടോ അയാൾക്ക് ചെക്ക് ചെയ്യാൻ കഴിയണമെന്നില്ല. പക്ഷെ ഒരു വാർഡ് മെമ്പർക്ക് സാധിക്കും. ഒരു വാർഡ് മെമ്പർക്ക് തൻ്റെ വാർഡിൽ എവിടെ എത്തരം പ്രശ്നമുള്ള സ്ഥലം ഉണ്ട് എന്നും അത് അവരെ കൃത്യമായി അറിയിക്കുക, അവരോടൊന്ന് മാറ്റിപ്പാർപ്പിച്ചു എന്ന് ഉറപ്പുവരുത്താൻ ഒരു വാർഡ് മെമ്പർക്ക് സാധിക്കും. ഇന്ന് മന്ത്രി എം പി രാജേഷ് പറയുന്ന അതാണ്. ഇത്തരം കാര്യങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിലുൾപ്പെടെ തദ്ദേശ സ്ഥാപനങ്ങൾ ഓർഡറുകൾക്ക് വേണ്ടി കാത്തുകേണ്ട ആവശ്യമില്ല, മുകളിൽ നിന്നൊരു ഉത്തരവിന് വേണ്ടി കാത്തുകേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് സ്വമേധയാ പ്രവർത്തിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതൊരു മെസ്സേജായിട്ട് സ്വീകരിച്ച് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഇതിൽ വലിയ റോൾ നിർവഹിക്കാനുണ്ടാവും. പക്ഷെ അങ്ങനെ ഒരു റോള് ഇപ്പോൾ ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളത് എനിക്കൊരു ഡൗട്ടാണ്. ഞാനൊരു കാര്യം പറയട്ടെ. ഇന്നലെ വൈകുന്നേരം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് 9 മണിക്ക് പുറത്തിറങ്ങാൻ നിൽക്കുമ്പോൾ മേക്കപ്പ് റൂമിൽ നമ്മുടെ സജിത് ബാലുണ്ട്, മേക്കപ്പിലെ സജിത് ബാലിൻ്റെ നാട് മേപ്പാടിയാണ്. മേപ്പാടിയിൽ ഭയങ്കര മഴ പെയ്യാണ്. അപ്പോൾ ഒരു യൂട്യൂബിൽ ഇയാളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കെ സജിത്തിൻ്റെ ഫോണിലൊരു മെസ്സേജ് വരുന്നു, എൻ്റെ ഗ്രാമം എന്ന് പറഞ്ഞ വാട്സാപ്പ് ഗ്രൂപ്പിൽ. അപ്പോൾ അവരുടെ പഞ്ചായത്ത് മെമ്പർ പറയാണ്, മുണ്ടക്കൈ, ആ പുഴയുടെ മുണ്ടക്കൈയെക്കുറിച്ചാണ് അയാൾ പറയുന്നത്. പുഴയിൽ കാര്യങ്ങൾ കുറച്ച് സീരിയസ് ആണെന്ന് തോന്നുന്നു, മാറാനുള്ള ബുദ്ധിമുട്ടൊക്കെ എല്ലാവർക്കും കാണും, പക്ഷേ ദയവ് ചെയ്ത് നിങ്ങൾ അവിടെ നിന്ന് മാറണം, കാരണം രാത്രി അത്ര മോശം സിറ്റുവേഷനാണ് എന്ന് പഞ്ചായത്ത് അംഗമാണ് അയാൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് സംസാരിച്ച് പിരിഞ്ഞിട്ടാണ് ഞാൻ പിറ്റേ ദിവസം രാവിലെ ഇന്നത്തെ തുറന്ന് കേൾക്കുന്നത്, ആ നടുക്കം. അപ്പോൾ ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഇടപെടേണ്ട കാര്യം പറഞ്ഞപ്പോൾ അത് എന്തുമാത്രം സിസ്റ്റമാറ്റിക്കായി അവിടെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇയാളിത് ആവശ്യപ്പെടുന്നതിൻ്റെ ഓഡിയോ ഞാൻ ഇന്നലെ രാത്രി കേട്ട് പോയിട്ടാണ് ഇന്ന് രാവിലെ ഈ ദുരന്ത വാർത്ത കേൾക്കുന്നത്. മുണ്ടക്കയിൽ തന്നെ ഞാൻ പറയുന്നത്, ഇപ്പോൾ അങ്ങനെ ഒരു അഭ്യർത്ഥനയുടെ സ്വഭാവത്തിലല്ല നിങ്ങൾ അവിടെ അങ്ങനെ അപകടം ഉണ്ടാവും അങ്ങനെയല്ല, അത് ഓർഡറായിട്ട് തന്നെ നടപ്പാക്കണം. അവിടെ താമസിക്കാൻ അനുവദിക്കുകയും ചെയ്യരുത് ഒരു രാത്രി എന്നാണ് എൻ്റെ അഭിപ്രായം. 2, അപ്പോൾ ഞങ്ങൾ മാത്രം എന്തിന് എല്ലാ മഴയിലും ദുരിതാശ്വാസ ക്യാമ്പിൽ കിടക്കണമെന്നൊരു ഇത്തരം മേഖലയിൽ താമസിക്കുന്ന ആൾക്ക് തോന്നാം. ഞങ്ങൾ എന്തിനു പോയി കിടക്കണം, ഞങ്ങളുടെ വീട്ടിൽ കിടന്നുകൂടെ? അവിടെയാണ് ഞാൻ പറഞ്ഞ ഒരു ദീർഘകാല പദ്ധതി എന്ന് പറയുന്നത്. ഇത്തരം സ്ഥലങ്ങളിൽ ആളുകൾ താമസയോഗ്യമല്ല എന്നൊരു നയം സർക്കാർ എടുക്കുകയും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഭൂമിയെ ക്ലാസിഫൈ ചെയ്യണം. താമസിക്കാൻ അനുയോജ്യമായ സ്ഥലങ്ങൾ, അല്ലാത്ത സ്ഥലങ്ങൾ, വെള്ളം ഒഴുകി പോകുന്ന സ്ഥലങ്ങൾ ഏതൊക്കെ, നീർച്ചാലുള്ള സ്ഥലങ്ങൾ ഏതൊക്കെ, ജലസ്രോതസ്സുകൾ ഏതൊക്കെ, ഇതൊക്കെ ഓൾറെഡി മാപ്പിംഗ് നടക്കുകയാണ്. കഴിഞ്ഞ 10-20 വർഷമായിട്ട് നീർത്തട മാപ്പിംഗ്, ഇത് ഈ പറയുന്ന ഒരു എന്താണ് ജിയോഗ്രാഫിക്കൽ മാപ്പിംഗ് കേരളത്തിൽ നടക്കുന്നുണ്ട്. പക്ഷെ അത് എന്താവുന്നില്ല. അത് കേവലം പഠനം എന്നതിനപ്പുറം സർക്കാരിൻ്റെ നയത്തെയോ പോളിസികളെയോ ഇത്തരത്തിലുള്ള ആക്ഷനുകളെയോ സ്വാധീനിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഈ ദുരന്തങ്ങളിലെ മരണസംഖ്യയാണെന്ന് മനസ്സിലാവുന്നത്. നമ്മൾ ഒരു ദുരന്തത്തിന് മുമ്പിൽ കണ്ണീരൊഴുക്കിയിട്ടോ അവർക്ക് വേണ്ടി നമ്മൾ സേവന പ്രവർത്തനം നടത്തിയിട്ട് ദുരിതാശ്വാസ പ്രവർത്തനം നടത്തിയിട്ട് മാത്രം കാര്യമില്ല. ഈ അപകടങ്ങളിൽ ജീവനാശം പരമാവധി കുറയ്ക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. അതൊരു സൊസൈറ്റി, ഞാൻ ഇതിൽ സർക്കാരിനെ മാത്രമല്ല കുറ്റപ്പെടുന്നത്, ഒരു സൊസൈറ്റി എന്ന നിലയിൽ മലയാളികളുടെ ഉത്തരവാദിത്വമായത് മാറണം ഇനിയെങ്കിലും എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ, ഇതൊരു നേരത്തെ പറഞ്ഞ പോലെ അപകടം ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലമാണ്. ഓൾറെഡി മുന്നറിയിപ്പുകൾ വന്നു കഴിഞ്ഞ ഒരു സ്ഥലം. ഇതിനു മുമ്പ് പലപ്പോഴായി അപകടം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കാര്യം പറഞ്ഞാൽ 2019 പുത്തുമലയ്ക്ക് മുമ്പ്, അതിന് മുമ്പ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇതിന് മുമ്പ് ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഇന്നിപ്പോൾ കൊല്ലത്തുനിന്നൊക്കെ NDRFൻ്റെ ആളുകൾ വരികയാണ്. 13 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവിടെ ഒരു പ്രൊഫഷണൽ ഏജൻസിക്ക് ശരിക്കും പറഞ്ഞാൽ ആളുകളിലേക്ക് എത്താൻ പറ്റുന്നത്.
അപ്പോൾ അപകടകരമായ സാഹചര്യമുള്ള ഒരു സ്ഥലത്ത് ഒരു NDRFനെ വിന്യസിക്കുക, ഒരു ക്യാമ്പിംഗ് ഇടപെടുക, സജ്ജമായിരിക്കുക, കൂടുതൽ സംവിധാനങ്ങൾ ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് നമ്മൾ ഒരു സിസ്റ്റത്തിനകത്ത് നിന്ന് ആഗ്രഹിക്കുന്ന കാര്യമാണ് എന്നുകൂടി പറയട്ടെ. ഇവിടെ ഇപ്പം നമ്മൾ ഈ മലപ്രദേശം മാത്രമല്ലാതെ ഈ തീരദേശത്തേക്ക് വന്നാലും കാര്യത്തിൽ വ്യത്യാസമൊന്നുമില്ല. കാരണം നമ്മൾ ഓരോ വർഷവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നേരത്തെ അജിംസ് പറഞ്ഞ പോലെ ദുരിതാശ്വാസത്തിൽ ക്യാമ്പുകളിൽ ജീവിക്കേണ്ട അവസ്ഥയാണ് നമുക്ക് ഈ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞ് അവർ അതുമായിട്ട് യൂസ്ഡായി. അവർ മഴ പെയ്യുമ്പോഴത്തേനും ഇല്ലേ വെള്ളം പൊങ്ങുമ്പോഴത്തേനും തിരയടിക്കുമ്പോഴത്തേനും അങ്ങോട്ട് മാറുന്നത് അത് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി. സർക്കാരും യൂസ്ഡായി. യെസ്, അത് മാറുന്നില്ല. അത് അവർ ഇതല്ല നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഇവരെ മാറ്റാനോ ഇവർക്ക് വേറൊരു സംവിധാനമോ ഇതിൽ സർക്കാരിനെ മാത്രം അവിടെ പറയാൻ പറ്റുമെന്ന് അറിയില്ല. മാറ്റിയാൽ പോലും സഹകരിക്കുന്നില്ല. അവർ തീരമേഖലയുമായി ബന്ധപ്പെട്ട് ഉപജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ദീർഘദൂരത്തേക്ക് മാറി താമസിക്കുന്നതിന്റെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് അവർക്കും ആ കാര്യത്തിൽ തർക്കമൊക്കെ ഉള്ള കുറച്ച് സങ്കീർണമായ പ്രക്രിയയാണ്. പക്ഷെ അവരുടെ ഈ ദുരിതാശ്വാസ കാലത്ത് അവർക്ക് നൽകുന്ന റേഷൻ, അവർക്ക് നൽകുന്ന ഡെയിലി സർക്കാർ കൊടുക്കുന്ന തുക, ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ഒരുപാട് പ്രശ്നമുണ്ട്. സമീപന പ്രശ്നം ഭയങ്കരമാണ് എന്നത് അത് സമ്മതിക്കേണ്ട കാര്യമാണ്. ഒരു കാര്യം കൂടിയുള്ളത്, ഈ സ്ഥലം നമ്മൾ സ്വാഭാവികമായിട്ടും വില കുറഞ്ഞ സ്ഥലങ്ങളായിരിക്കും വാങ്ങുക. അപ്പം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സ്ഥലത്തിന് വില കുറവും ആളുകൾ കൂടുതലായിട്ട് അവിടെ വീട് വെക്കാനുള്ളൊരു സാധ്യത ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെയുള്ള ഈ തോട്ടത്തിനടുത്തും അതുപോലെ കുറച്ച് ഉയർന്ന പ്രദേശത്തും ഒക്കെ സ്വാഭാവികമായിട്ടും പെട്ടെന്ന് സ്ഥലം കിട്ടുന്ന, അപ്പം ഇതിൽ വേറെ വേറെ ഇപ്പം റിയൽ എസ്റ്റേറ്റിലേക്കൊന്നും കടന്നില്ലെങ്കിൽ പോലും അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഇതിലുണ്ട് എന്നുള്ളതാണ്. സാമ്പത്തികം കൂടി അതിനെ ബാധിക്കുന്നുണ്ട്. അപ്പം 100 വീടുകളാണ് ഒലിച്ചു പോയെന്ന് പറയുമ്പോഴത്തേനും അവിടെ തിങ്ങിയാണ് ആളുകൾ പാർത്തിരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പം അത് അവിടെ കൊടുക്കുന്നത് ഈ പറഞ്ഞ തദ്ദേശ സ്ഥാപനം തന്നെയല്ലേ എന്നുള്ളതാണ്. അപ്പം അവിടെ ഇങ്ങനെയൊരു പ്രശ്നമുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾക്ക് അത്രയധികം ഭൂമി വിൽക്കപ്പെടാതിരിക്കാനുള്ളൊരു സംവിധാനം കൂടി വരേണ്ടതില്ലേ? യെസ്, എന്തായാലും ഇത് നമ്മൾ ഒരു പ്രോപ്പറായ പരിഹാരാലോചനയിലേക്ക് പോകാൻ വൈകാരിക സർക്കാരിന് തടസ്സമാകാൻ പാടില്ല എന്നാണ് എനിക്ക് അതിനകത്ത് ഒരു ഫൈനലി പറയാൻ തോന്നുന്ന കാര്യം. ഇപ്പോൾ കേരളത്തിൻ്റെ കാര്യത്തിൽ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടി. അപ്പോൾ നമ്മൾ ഉരുൾപൊട്ടൽ എന്തുകൊണ്ട് ഉണ്ടാവും എന്നുള്ള അന്വേഷണത്തിന് നമ്മുടെ മുമ്പിലുള്ള മാർഗ്ഗം നമ്മുടെ കാലാവസ്ഥ ഭയങ്കരമായിട്ട് ചേഞ്ച് ആവുകയും ഉരുൾപൊട്ടലിൻ്റെ സാധ്യത കൂടി. കാരണം നമ്മൾ ഈ സമീപകാലത്ത് നിന്ന് നിരന്തരമായി എല്ലാ വർഷവും ഇത്തരം ഭയാനകമായ ദുരന്തങ്ങൾ ആവർത്തിക്കുന്ന കണ്ടിട്ടില്ല. നമുക്ക് വല്ലപ്പോഴും ഉണ്ടാവുന്ന നേരത്തെ അമ്പൂരിയൊക്കെ ഒരു വലിയ ഇടവേളകളിൽ സംഭവിക്കുന്ന കാര്യമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ എല്ലാ വർഷവും വലിയ തോതിൽ ഏതാണ്ട് ഇടുക്കിയിലും വയനാട്ടിലും മാറി മാറി ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും ആളുകൾ വലിയ തോതിൽ മരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ കാലാവസ്ഥാ മാറ്റം ഉരുൾപൊട്ടലിൻ്റെ സാധ്യതയെ കൂട്ടിയിരിക്കുന്നത് കാണണം. കേരളം പോലെ എൻറ്റയർ ലാൻഡ് എടുത്താൽ ഒരു ഫ്രജൈലായിട്ടുള്ള ലാൻഡാണ് കേരളത്തിലുള്ളത് നമുക്ക് കാണാം. അപ്പോൾ അവിടെ അപകടത്തിൻ്റെയും പ്രളയത്തിൻ്റെയും സാധ്യത കൂടി എല്ലാ വർഷവും. ഇപ്പോൾ 2018 റിപ്പീറ്റ് ചെയ്യുന്നതിൻ്റെ രൂപ ഇപ്പം തന്നെ കേരളത്തിൻ്റെ കാലാവസ്ഥ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് 2024-ലും. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് മനുഷ്യർ കൂട്ടത്തോടെ മരിച്ചു പോകാതിരിക്കാനുള്ള ഇടപെടൽ നടത്താനുള്ള സമയമാണ് ഇനി. ഞാൻ വിചാരിക്കുന്നത് നോർമലി 3-4 ദിവസം കഴിയുമ്പോൾ ആളിതൊക്കെ തണുക്കും, എല്ലാം അവസാനിക്കുകയും അവിടുത്തെ കണക്കെടുപ്പും അല്ലെങ്കിൽ നഷ്ടപരിഹാര വിതരണത്തിൽ അവസാനിക്കുന്ന ഒരു ദീർഘകാല പ്രോജക്റ്റിലേക്ക് പോകാൻ സർക്കാർ എന്തുമാത്രം കഴിയും എന്നുള്ള ക്വസ്റ്റൻ ഉണ്ട്. കാരണം ദീർഘകാല പ്രോജക്റ്റിലേക്ക് പോകുകയെന്ന് വെച്ചാൽ അത് നല്ല എഫേർട്ടും റിസ്ക്കും ആവശ്യമുള്ള കാര്യമാണ്. സധൈര്യം തീരുമാനം എടുക്കാനുള്ള ഒരു പൊളിറ്റിക്കൽ വില്ലുണ്ടാവേണ്ട കാര്യമാണ്. അതിനൊക്കെ എന്തുമാത്രം നിൽക്കും എന്ന് ചോദിച്ചാൽ അത് പൊളിറ്റിക്കൽ വില്ലിന് എൻ്റെ പ്രശ്നമല്ല നിഷ. ഇപ്പോൾ 2018 പ്രളയത്തിന് ശേഷം നവകേരള നിർമ്മാണത്തിലേക്ക് കിടന്നല്ലോ, പുതിയ കേരളം. അതിന് നമ്മുടെ പേപ്പറുകളുണ്ട്, ധാരാളം പേപ്പറുകളുണ്ട്. എങ്ങനെയായിരിക്കണം പുതിയ കേരളം, എങ്ങനെയായിരിക്കണം, ഇത്തരം പ്രളയങ്ങൾ എങ്ങനെ അതിജീവിക്കണം, ഓർമ്മിക്കല്ലേ. അപ്പോൾ ഇതൊന്നും അറിയാത്ത ആളുകളല്ല നമ്മളെ ഭരിക്കുന്നവർ, ഇതൊന്നും അറിയാത്ത ആൾക്കാരല്ല. പക്ഷേ എന്താണ് പ്രശ്നം? വിഴിഞ്ഞം പദ്ധതി വന്നതിന് ശേഷം എത്ര ക്വാറി കേരളത്തിൽ അനുവദിച്ചു എന്നുള്ളത് തന്നെ ഒരു ക്വസ്റ്റ്യനാണ്. ആ ക്വാറികളുടെ ദൂരപരിധി എടുത്ത് കളഞ്ഞതും. ഞാൻ ഈ ക്വാറിയിൽ തന്നെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ക്വാറി വലിയൊരു പ്രശ്നം തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഒരു മല ഇങ്ങനെ നിൽക്കുകയാണ്, അതിൻ്റെ ഒരു വശം തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ ബാലൻസ് പോവും, സ്വാഭാവികമാണ്. ക്വാറി ഉണ്ടായി കഴിഞ്ഞാൽ അത് തുറക്കുക തന്നെ ചെയ്യും, അത് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴും. നമ്മളിപ്പോൾ ഒരു തുരങ്കപാത വയനാട്ടിലേക്ക് ഉണ്ടാക്കാൻ പോകുന്നില്ല, അത് ചെന്ന് കയറുന്നവരോ കള്ളാടി എന്ന് പറഞ്ഞ ഈ അപകടം ഉണ്ടായിരുന്ന 3 കിലോമീറ്റർ ഇപ്പുറത്ത് ഈ മലയാണ് തുറക്കാൻ പോകുന്നത്. ഈ മല തുറന്നാണ് ഒരു ബേസിക്സ് ആണ്. അപ്പം നമ്മൾ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ഉദാഹരണം, നമ്മൾ നാട്ടിൽ വയൽ നികത്തിയിട്ട് വീട് വെക്കുമല്ലോ, ആ വയൽ നികത്തിയ വീട്ടിൽ വെള്ളം കയറുന്നുണ്ട്. അപ്പം അപ്പോഴും നമ്മൾ പറയുന്നത് ഈ പെയ്യുന്ന മഴയിനെയും കാലാവസ്ഥ മാറിയെന്നുമാണ്. പക്ഷെ നമ്മൾ വയൽ നികത്തിയിട്ടാണ് അവിടെ. പക്ഷേ ആഫ്റ്റർ ഓൾ നിങ്ങൾ സകലതിനെയും കൊണ്ട് വികസനത്തിൽ കൊണ്ട് ചാരാൻ പാടില്ല. മനുഷ്യർക്ക് ജീവിക്കണം, ഇത്രയും വലിയ പോപ്പുലേഷൻ ഉണ്ട്, പോപ്പുലേഷന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളും വീടും ഒക്കെ വേണം. അതിന് നമുക്ക് പ്രകൃതിയുമായിട്ടൊരു പാരസ്പര്യത്തിൽ പോവുക എന്നതിനപ്പുറത്ത് സകലതും മനുഷ്യനിങ്ങനെ നിരന്തരമായി ഡെലിബറേറ്റായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ദുരന്തമാണ് എന്ന് പറഞ്ഞ് അതിനെ പരിധി കടത്തരുതെന്ന് ഞാൻ പറയും. കാരണം അത് കടത്തിയാൽ പിന്നെ നമുക്ക് എവിടെയും തൊടാൻ പറ്റാതെ വരും. അല്ല, ഇതിലെ പ്രശ്നം ഇപ്പോൾ മലയോര മേഖലകളിൽ ജീവിക്കുന്ന മനുഷ്യന്മാർ ഇത്തരം പ്രാതികൂല്യങ്ങളെ നേരിട്ടാണ് ജീവിക്കുന്നത്. എന്നിട്ട് നമ്മൾ നഗരവാസികളായ ചില ആളുകൾ അവരെ പറ്റി അഭിപ്രായം പറയുകയാണ്. അവരുടെ ജീവിതം അവരങ്ങനെ അവിടെ പോയി താമസിച്ചിട്ടില്ലേ, അതിലൊരു ശരികേടുണ്ട്, അതിലൊരു പ്രശ്നമുണ്ട്.
പക്ഷേ ഈ വയനാട് എന്ന് പറയുന്ന ജില്ലയിലേക്ക് കുടിയേറ്റം സർക്കാർ പ്രോത്സാഹിപ്പിച്ചതാണ് ഒരു കാലത്ത്. പ്രത്യേകിച്ചും ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം വയനാട് ജില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പോപ്പുലേറ്റഡ് ജില്ലയായിരുന്നില്ല. ഇടുക്കിയിലേക്കും വയനാട്ടിലേക്കും കുടിയേറ്റം പ്രോത്സാഹിപ്പിച്ചതാണ്. അപ്പോൾ ആ കുടിയേറ്റം പ്രോത്സാഹിച്ചപ്പോൾ അതിനൊരു ഒരു നിയന്ത്രണം വേണ്ടേ, കുടിയേറ്റത്തിനൊരു നിയന്ത്രണം വേണ്ടേ എന്ന് നന്നാരും ചിന്തിച്ചില്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇടുക്കിയേക്കാൾ വയനാട് ഒരു പോപ്പുലേറ്റഡ് ജില്ലയായി മാറിയിട്ടുണ്ട്. ഇടുക്കിയിൽ നിന്ന് ആളുകൾ കുടിയിറങ്ങുകയാണെങ്കിൽ വയനാട്ടിൽ ആളുകൾ കൂടുതൽ താമസാക്കുകയാണ്, ജനസാന്ദ്രത കൂടുകയാണ്. അതൊരു പ്രശ്നമാണ്. ഇപ്പോൾ കടൽ തീരത്തെ ആളുകൾ, തീരപ്രദേശങ്ങളിലെ ആളുകൾ ജനസാന്ദ്രതയോടെ ജീവിക്കുന്ന പോലെ നമുക്ക് മലമ്പ്രദേശങ്ങളിൽ ജീവിക്കാൻ കഴിയില്ല. അത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അവർക്ക് അവിടെ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ കേരളത്തെ മൊത്തത്തിൽ ഇങ്ങനെ എടുത്തിട്ട് കേരളം എങ്ങനെയായിരിക്കണം, ഒരു 50 വർഷം കഴിഞ്ഞ് 100 വർഷം കഴിഞ്ഞ് കേരളം എങ്ങനെയായിരിക്കണം എന്ന് ചിന്തിക്കുന്ന ഭരണാധികാരികൾ ഉണ്ടാവുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം. മറ്റൊന്ന് മനുഷ്യരുടെ ജീവൻ. ഞാൻ ഇപ്പോഴും പറയുന്നു, മനുഷ്യരുടെ ജീവൻ എന്ന് പറയുമ്പോൾ ഏറ്റവും അടിത്തട്ടിലുള്ള അധ്വാനവർഗത്തിൽപ്പെട്ട മനുഷ്യരുടെ ജീവന് എത്രമാത്രം ഈ ഭരണകൂടങ്ങൾ വില വയ്ക്കുന്നുള്ളൊരു ക്വസ്റ്റ്യനുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ ഉരുള് പൊട്ടിയത് സർക്കാർ കാരണമാണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അല്ല, സർക്കാർ കാരണമൊന്നും അല്ലാതെ പ്രശ്നം ഉണ്ടാകുന്നത്. പക്ഷേ ഈ മനുഷ്യനാശം, ജീവനാശം തടയാനുള്ള നടപടികൾ, ദീർഘകാല പദ്ധതികൾ, ഹ്രസ്വകാല പദ്ധതികൾ അടിയന്തരമായി ഉണ്ടായേ പറ്റൂ. ഈ 2018 ഉണ്ടാക്കി വെച്ചിട്ടുള്ള നവകേരള നിർമ്മാണം അതെവിടെയായി എന്ന് സർക്കാർ തുറന്നു പറയണം. എവിടം വരെ എത്തി, അതിലെന്തൊക്കെ ചെയ്തു എന്ന് തുറന്നു പറയണം. ഇനി എന്താ ചെയ്യാൻ പോകണമെന്നും പറയേണ്ടതുണ്ട്. സർക്കാർ അങ്ങനെ ഒരു ഇപ്പം ഇത്രയും വലിയൊരു ദുരന്തമായതുകൊണ്ട് തന്നെ ഇത്ര ആളുകൾ, ഇപ്പോഴും നമുക്ക് എണ്ണം കൃത്യമല്ല, അങ്ങനെ ഒരു തീരുമാനത്തിലേക്കോ ഇല്ലെങ്കിൽ ഈ പറയുന്ന റിപ്പോർട്ടുകളിലേക്കൊക്കെ ഒന്നുകൂടി പരിശോധിച്ച് പഠനം നടത്തി എന്തെങ്കിലും മാറ്റം ഇതിൽ അടുത്ത മഴയ്ക്ക് മുമ്പെങ്കിലും സാധ്യമാക്കും എന്നൊരു തോന്നൽ ഏതെങ്കിലും തരത്തിലുണ്ടോ? നമ്മുടെ അതിനകത്ത് നമുക്കുള്ള വിഷ് എന്ന് പറയുന്നത് എന്താണ്? സർക്കാർ അതിനകത്ത് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത്. സർക്കാരിന് ഇപ്പോൾ അടുത്ത മഴയ്ക്ക് മുമ്പ് പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ അജിൻസ് പറയുന്നത് വിശാലമായ ഒരു കാഴ്ചപ്പാടിനെക്കുറിച്ചും അതിനുവേണ്ടി വിശാലമായ ഒരു പ്രോജക്റ്റിനെക്കുറിച്ചും അതിനുവേണ്ടിയുള്ള വലിയ വിഭവത്തെക്കുറിച്ചുമാണ്. അതിപ്പോൾ വളരെ പെട്ടെന്നൊന്നും ഈ സർക്കാരിൻ്റെ കാലത്ത് പോലും പൂർത്തീകരിക്കാൻ കഴിയുന്നൊന്നുമല്ല. പക്ഷേ അതിനൊരു തുടക്കം കുറിക്കാൻ കേരളത്തിൻ്റെ പ്രയോറിറ്റീസിൽ ഒന്നായിട്ട് അതിനെ കാണാൻ, അതായത് മനുഷ്യർ മരിച്ചു പോവുകയാണെന്ന് എല്ലാ വർഷവും തങ്ങളുടെ കുഞ്ഞുങ്ങളും സഹോദരങ്ങളും മരിക്കുന്നത് കാണാൻ വിധിക്കപ്പെട്ടവരായിട്ടുള്ള 2 ജില്ലകളുണ്ടാവുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു അഡ്മിനിസ്ട്രേഷൻ്റെ കൂടി പ്രശ്നമായിട്ട് നമ്മളതിനെ മനസ്സിലാക്കണം. ഒരു സർക്കാരിനെ കുറ്റം പറയുന്നതല്ല വൈകുന്നേരം ഇരുന്നിട്ട്. പക്ഷേ അതെന്തുകൊണ്ട് സംഭവിക്കുന്നു, അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ബീഹാറിന് പ്രളയ നിർമ്മാർജ്ജന പാക്കേജ് അനുവദിച്ചിട്ടുണ്ട്. കാരണം ബീഹാർ പ്രളയം അനുഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ ഒന്നാണ്. അപ്പോൾ അവിടെ ഒരു പ്രത്യേക ശ്രദ്ധ ആവശ്യമുണ്ട്. ഈ 10,000-കണക്കിന് കോടി രൂപ ബീഹാറിന് അനുവദിക്കുന്നത് പ്രളയ നിർമ്മാർജ്ജന പദ്ധതി എന്ന് പറയുന്നത് നമുക്ക് എളുപ്പത്തിൽ പൂർത്തീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. കേരളം 2018-ലും 2019-ലും പ്രളയം അനുഭവിച്ചു. ഞങ്ങളെ പ്രളയത്തിൻ്റെ കാര്യത്തിൽ പരിഗണിക്കണമെന്നുകൊണ്ട് കേന്ദ്ര സർക്കാർ പരിഗണിച്ചിട്ടില്ല. നമുക്ക് ഒറ്റയ്ക്ക് പൂർത്തിയാക്കാൻ പോലും കഴിയുന്നതായിരിക്കണം എന്നില്ല പുതിയൊരു കേരളം സൃഷ്ടിക്കുക എന്ന് പറയുന്ന പദ്ധതി. അതിന് നമുക്ക് വലിയ തോതിലുള്ള കേന്ദ്ര സഹായവും കേന്ദ്രത്തിൻ്റെ പലതരത്തിലുള്ള സഹായം, വിഭവങ്ങളുടെ സഹായവും കേന്ദ്ര സർക്കാരിൻ്റെ മോണിറ്ററിങ്, അവരുടെ പദ്ധതി ആസൂത്രണത്തിലെ അവരുടെ പങ്കാളിത്തം, ഇതുപോലെയൊക്കെ വേണ്ടതാണ്. അപ്പോൾ കേരളം നേരിടുന്ന, ഇന്നിപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളും കേരളം നേരിട്ട ഈ ദുരന്തത്തെക്കുറിച്ചുള്ള കൺസേൺ പങ്കുവയ്ക്കുന്നു, സങ്കടം പങ്കുവയ്ക്കുന്നു. സ്റ്റാലിൻ 5 കോടി രൂപയും സംഘാംഗങ്ങളെയും വാഗ്ദാനം ചെയ്യുന്നു. എന്ന് വെച്ചാൽ കേരളം ഇന്ന് രാജ്യത്തെ നടുക്കിയ ദിവസമാണ്. ഇങ്ങനെ നടുക്കിയ എത്രയോ വർഷങ്ങൾ കടന്നുപോയി ഇപ്പോൾ അടുപ്പിച്ച്. സോ രാജ്യത്തിൻ്റെ ഒരു കൺസേൺ ആണെന്ന് ഞാൻ പറയാം. കേന്ദ്ര സർക്കാരിൻ്റെ ഒരു കൺസേൺ ആവേണ്ട സംസ്ഥാനമായിട്ട് നമ്മൾ വളരെ ചെറിയൊരു സ്റ്റേറ്റും ഇത്രയും പോപ്പുലേഷനുള്ള ഇത്രയും ഫ്രജൈൽ ലാൻഡുള്ള ഒരു സ്ഥലമാണ്. അപ്പം കേരളം എന്ന് പറഞ്ഞാൽ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് വാഴ്ത്തപ്പെടുന്ന, ലോകം തന്നെ ശ്രദ്ധിക്കുന്ന ഒരു സംസ്ഥാനം നേരിടുന്ന ഈ അതിജീവന പ്രതിസന്ധിയെ കേരളത്തിൻ്റെ മാത്രം ഇഷ്യൂ ആയിക്കൂടാ, അത് രാജ്യത്തിൻ്റെ ഇഷ്യൂ ആവുകയും കേന്ദ്ര സർക്കാരിൻ്റെ അടക്കം ഒരു പ്രഥമഗണ്യമായ ഒരു സബ്ജക്റ്റ് ആണെന്ന് ഞാൻ പറയും. അതാണ് ഇതിനെ, പ്രകൃതി ദുരന്തങ്ങളെ നമുക്ക് തടയാൻ സാധിക്കില്ല, പക്ഷെ ഒരു പരിധിവരെ നമുക്ക് അതിനെ അകറ്റി നിർത്താനുള്ള ശ്രമങ്ങളെങ്കിലും നടക്കട്ടെ. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകട്ടെ. ഔട്ട് ഓഫ് ഫോക്കസിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.